അമ്മയ്ക്കൊന്നുമില്ല. അവളപ്പടി ഒന്നും അഴകില്ല, അവൾക്ക് യാരും ഇണയില്ല. എനിക്ക് ശീലമില്ല. സോ അതെന്റെ രീതിയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. ബീജിയം ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നിരിക്കും. അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. രേണു സുധിക്ക് ധനസഹായങ്ങളും AC-യും ഒന്നും നൽകരുതെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓൾറെഡി ഈ ഒരു ചേച്ചി ആണെങ്കിൽ നേരത്തെ ഇതേ കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു 1-2 ദിവസം മുമ്പ്. അത് ഏകദേശം 19,000 പേര് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അതേ കൊണ്ട് രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായങ്ങളിൽ കൂടെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നത് ലോകമണ്ടത്തരമാണ്, ലോകമണ്ടത്തരം. എന്തായാലും ഇന്നലെ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് കിട്ടിയതൊന്നും പോരെ, ഇനിയും തരൂ, എനിക്ക് വേണം, നിങ്ങളുടെ വായിലിരിക്കുന്ന എല്ലാം എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെറുതെ വിടാൻ വേണ്ടി നമ്മൾ അത്ര വലിയ പുണ്യാത്മാവൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളത് വീഡിയോ പ്ലേ ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത് കണക്കിന് നമുക്കിന്ന് കൊടുത്തു വിടേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കാരണം ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവരെ പോലുള്ള വലിയൊരു ആങ്കറും ഇന്റർവ്യൂവറും ഒക്കെ ആയിട്ടുള്ള ചേച്ചി വന്നിട്ട് ഇത്രത്തോളം വിവരക്കേട് വിളിച്ചു വിളമ്പുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പൊട്ടന്മാരല്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കൊടുത്തുനിന്ന് വിടുക തന്നെ വേണം. എന്തായാലും ഈ ചേച്ചി ഇപ്പൊ സോഷ്യൽ മീഡിയ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണു സുധിയെ ലേറ്റസ്റ്റ് ആയിട്ട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് സീക്രട്ട് ഏജന്റ്. AC സംഭവങ്ങളൊക്കെ ചേച്ചി വെക്കുകയും ചെയ്തു. അതിന്റെ നന്ദിയൊക്കെ ചേച്ചി പറയുകയും ചെയ്തു. രേണു ചേച്ചിക്ക് ഇല്ലാത്ത കുഴപ്പമാണ് ഇവിടെ ലക്ഷ്മി ചേച്ചിക്ക് വന്നിട്ടുള്ളത്. എന്തോത്തിന്റെ ആവശ്യമാണ് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്തായാലും ഓരോ വീഡിയോ വെച്ച് പ്ലേ ചെയ്ത് ആവശ്യത്തിനുള്ള മറുപടി ഇന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞ വീഡിയോകൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. പറയൂ. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാല് പുള്ളി അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടുണ്ട്? ആൾക്കാരെ അറിയട്ടെ ചിലതൊക്കെ അദ്ദേഹം AC കൊടുത്തത് അറിയട്ടെ എന്ന് അറിഞ്ഞ് ചെയ്യണം. ഓക്കെ. അപ്പം പക്ഷെ ചേച്ചിയെ വിമർശിച്ചത് വേറൊരു രീതിയിലാണെന്ന്. എങ്ങനെയാണ്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ റിയാക്ഷൻ വീഡിയോ. പറയൂ. ചേച്ചി ചെയ്തതില് പെർഫ്യൂമിന്റെ വീഡിയോയില് അതില് കണ്ടന്റ് ആയിട്ട് കൊടുത്ത സമയത്ത് BGM കേറ്റി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ബാക്കിയൊക്കെ ചേച്ചി സപ്പോർട്ടാണ്. ശരി, ഞാൻ BGM ഇട്ടതിന് അതിനെന്താ കുഴപ്പം? അത് കൊള്ളാം. ചേച്ചി ചെയ്തിട്ടുള്ളത് എന്താണ് തെറ്റ്, ഞാൻ BGM ഇട്ടത് എന്താണ് കുഴപ്പം എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അല്പം ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ. ഒരു എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് വരുന്ന വീഡിയോക്കകത്ത് കുറച്ച് BGM കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവരടുത്തുള്ള ആ ഒരു അട്രാക്ഷൻ, അതായത് അവർ ഇത്രയും നല്ല കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവരടുത്ത് ഒരു റെസ്പെക്ട് സംഭവങ്ങളും തോന്നും. ആ ഒരു സംഭവം തോന്നിക്കാൻ വേണ്ടി ചേച്ചി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് BGM. സാധാരണ ഒരു വ്ളോഗ് അല്ലെങ്കിൽ എനിക്ക് ഇവരെ എങ്ങനെ സഹായിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു സഹായമൊക്കെ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് പറയുന്ന വീഡിയോ വേറൊരു രീതിയിലും അതേ കൂട്ടി തന്നെ ഞാൻ ഇത്ര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുറകിൽ ഒരു BGM ഇട്ട് കൊടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അവരെ കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ സഹായം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുമാണ്. രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ ഇവിടെ വന്നു കിടന്ന് ഈ സീക്രട്ട് ഏജന്റിനെ കുറ്റം പറയുന്ന രീതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചേച്ചി ഏതാണ്ട് നന്മ പോലെ ഒരു സീക്രട്ട് ഏജന്റ് ദുഷ്ടനും എന്ന രീതിയില്ല. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തല്ല ഇവിടെ സംസാരിക്കേണ്ടത്. ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നിട്ട് ആർക്കെതിരെ സംസാരിക്കണം, ആരുടെ ഭാഗത്താണ് തെറ്റ്, അവർക്കെതിരെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ബാക്കി കണ്ടു നോക്കാം. ആക്ച്വലി ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറും ലോക്ക് ചെയ്ത് കാറിന്റെ ഉള്ളിലിരുന്ന് വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയല്ല ഞാൻ ചെയ്യാറ്. അയ്യോ, അപ്പൊ ചേച്ചിക്ക് തന്നെ അറിയാം ചേച്ചി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന്. കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ കണ്ടന്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ആളെന്നല്ല. ഇവിടെ ചേച്ചി കണ്ടന്റ് ക്രിയേറ്റർ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് അത് 4 ആൾക്കാരെ വിളിച്ചറിയിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തേ, ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തതിന്റെ ഇരട്ടി കാശ് യൂട്യൂബിൽ കൂടെ സമ്പാദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് 4 ഡോറും ക്ലോസ് ചെയ്തിട്ടിരുന്ന് വീഡിയോ ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ചാണ് സംസാരിക്കുന്നതെന്ന്. സീക്രട്ട് ഏജന്റ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ ചാനലാണ്. റിയാക്ഷൻ ചാനലിന് ഒരു ഓണർ എന്ന രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്ത ഒരു കാര്യം പറയാനുള്ളൂ. അതായത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല കണ്ടന്റിനെ അല്ല. ഒരാൾ പടം വരയ്ക്കുന്നതിനോ, ഒരാൾ പാട്ട് പാടുന്നതിനോ, ഒരാൾ ഡാൻസ് കളിക്കുന്നതിനോ, അതുകൊണ്ടുള്ള നല്ല കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ആരെയും നമ്മൾ വന്നിരുന്ന് റിയാക്ട് ചെയ്യാറില്ല. നിങ്ങളുടെ കൂട്ടുള്ള വിവരക്കേട് കാണിച്ച് സൊസൈറ്റിക്ക് നെഗറ്റീവ് മെസ്സേജസ് കൊടുക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഇന്നേ വരെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ, ഇനി ആയാലും റിയാക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക. ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയല്ല റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലതിനെ അല്ല റിയാക്ട് ചെയ്യുന്നത്. ചേച്ചി ഇപ്പൊ ഇവിടെ വന്ന് കാണിച്ചിട്ടുള്ളത് കൂട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യൂട്യൂബിൽ കണ്ട് ഉറപ്പായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും, ഇനി ആയാലും ചെയ്യും. ചേച്ചി പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ള കാശെല്ലാം വിളിച്ചു പറഞ്ഞ് യൂട്യൂബ് വീഡിയോ എടുത്തതിനേക്കാളും എന്തുകൊണ്ടും അന്തസ്സും നിങ്ങളെ പോലുള്ള ഇതേ കൂട്ടർ സൊസൈറ്റിക്ക് വേണ്ടാത്ത മെസ്സേജസ് കൊടുക്കുന്നവരെ റിയാക്ട് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നതില്ല. എന്തായാലും എത്ര പറയാനുള്ള ബാക്കി ഉണ്ടോ? ഒരു കണ്ടന്റ് എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ
അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇനിയും എന്റെ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ 3 ക്യാമറയോ 4 ക്യാമറയോ വെച്ച് ഞാൻ BGM ഇട്ടിട്ടൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. അഹങ്കാരത്തിന്റെ മൂർത്തിഭാവത്തിൽ നിന്നാണ് ചേച്ചി സംസാരിക്കുന്നത്. ചേച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ എന്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ എത്രയും നല്ലതായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യാമോ അതേ കൂട്ട് തന്നെ ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ്. ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചേച്ചി സാധാരണ ഒരു വ്ളോഗോ സംഭവങ്ങളോ ഒന്നും അല്ല ആ ഒരു സമയത്ത് ഇട്ടിട്ടുള്ളത്. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ പോവാ, സുധിച്ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോവാ, അവിടുത്തെ കുട്ടികളെയൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞൊരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലും ഞാൻ ഇത്രയും രൂപ അവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്, എന്നെ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സഹായിക്കുന്നുണ്ട്, ഇത്ര രൂപ കൊടുക്കുന്നുണ്ട്, സ്റ്റാർ മാജിക്കിൽ വരുമാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതുവഴി സെന്റിമെന്റ്സ് പിടിച്ച് പറ്റി ലക്ഷക്കണക്കിന് വ്യൂസും മേടിച്ചിട്ട് അതിൽ നിന്ന് ലക്ഷക്കണക്കിന് കാശ് മേടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസവും. എന്തായാലും ബാക്കി കണ്ടു നോക്കാം. എനിക്ക് ശീലമില്ല, സോ അതെന്റെ രീതിയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. BGM ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നിരിക്കും. അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്, കാരണം എന്റെ യൂട്യൂബ് ചാനലാണ്. ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. അത്രേ പറയാനുള്ളൂ. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കും. സീക്രട്ട് ഏജന്റ് ആള് 48 വീഡിയോയിൽ കിട്ടിയ വരുമാനത്തിന് കുറച്ച് തുക കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർ സീക്രട്ട് ഏജന്റ് ഉദ്ദേശിക്കുന്നത് രേണുസുധിയെ വെച്ച് ചെയ്ത എല്ലാവരും ഒരു നിശ്ചിത. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന അന്ന് മുതലേ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 2 വർഷത്തോളമാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാനത് വലിയ ഭീമമായെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സുധിച്ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 2 വർഷത്തോളം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ കൂടെ പറഞ്ഞത്. 2 എണ്ണത്തിനുള്ള മറുപടി ഇപ്പൊ തരാം. ഒന്നാമത്തെ കാര്യം, സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുള്ള ഈ രേണുസുധിയെ പറ്റി വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവരും രേണുസുധിക്ക് സഹായം ചെയ്യണമെന്ന്. അതായത് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ഉണ്ട്. അവർക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ലക്ഷ്മി നക്ഷത്രം ഇവിടെ പറയുന്ന മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യിപ്പിച്ചാലും BGM ഇടും. അതേകൂട്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാന സംഭവങ്ങളും ഒക്കെ ഞാൻ രേണുസുധിക്ക് കൊടുത്തിട്ടുണ്ട്. സുധിച്ചേട്ടന് നഷ്ടപ്പെട്ടതിന് ശേഷം ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത്. ഉറപ്പായിട്ടും നടന്നിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ എല്ലാവരും അത് കണ്ടിട്ടുമുണ്ട്. എങ്ങനെയാണ് കണ്ടത്? ലക്ഷ്മി നക്ഷത്രം ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ലക്ഷ്മി നക്ഷത്രം ചെയ്തിട്ടുള്ള ആ വീഡിയോസിൽ കൂടെ ആണ് കണ്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം പോട്ടെ, 15 ലക്ഷത്തിൽ താഴെയുള്ള ഒറ്റ വ്യൂസും അതിനകത്ത് കടപ്പില്ല. അപ്പോൾ ഒരു 15 ലക്ഷം വ്യൂസിനൊക്കെ എത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതേപോലെ തന്നെ 39 ലക്ഷം കിട്ടിയ ഒരു വീഡിയോ അതിനകത്ത് കടപ്പുണ്ട്. 39 ലക്ഷം വ്യൂസിന് എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ ആ ഒരു കൊടുത്ത പൈസയൊക്കെ ചേച്ചിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. സീക്രട്ട് ഏജന്റ് പുള്ളിക്കാരൻ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് റെസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന രീതിയിലാണ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അതും പുള്ളിക്കാരന്റെ ചാനലിട്ട് കാശുണ്ടാക്കാൻ നോക്കിയിട്ടില്ല. ഒരു ഇന്റർവ്യൂ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ചേച്ചി എങ്ങനെ ഇത്രയും വർഷം ആങ്കർ ആയിട്ടിരുന്നെന്നാ നമുക്ക് മനസ്സിലാവാത്ത. എന്തായാലും ബാക്കി കേട്ടു നോക്കുക. ഈ 2 വർഷവും അവരെ കുറ്റം പറഞ്ഞ് അവരെ കല്ലെറിഞ്ഞ് ഒരു ക്യാൻസർ വരേണ്ടി വന്നു ഇത്തരത്തിലുള്ള മോശം പറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊന്ന് ചിന്തിക്കുക. എന്റെ പൊന്ന് ലക്ഷ്മി നക്ഷത്രം, നിങ്ങൾക്ക് കുറച്ച് വിവരമുണ്ടോ? അതായത് സോഷ്യൽ മീഡിയ നിങ്ങൾ എടുക്കാറില്ലേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുക്കാറില്ലേ? യൂട്യൂബ് എടുക്കാറില്ലേ? ഇതിനകത്തൊക്കെ ആ രേണുസുധി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി നേരത്തെ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് സംഭവങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എല്ലാ റിയാക്ഷൻ ചാനലും റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അവരുടെ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളോ ഒന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇവര് സോഷ്യൽ മീഡിയയെ കൊണ്ട് കൊടുക്കുന്ന നെഗറ്റീവ് മെസ്സേജസ് ആയാലും കുട്ടികളിലോട്ട് കൊടുക്കുന്ന നെഗറ്റീവ് മെസ്സേജസ് ആയാലും അതിനെയൊക്കെ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് റിയാക്ട് ചെയ്തത് വെച്ചാണ് നിങ്ങൾ പറയുന്നത് അവർക്ക് ക്യാൻസർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടെ വീഡിയോ ഇട്ടത് കൊണ്ടാണ് എന്നാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്. അല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ചേച്ചി പറയുന്നത് ക്യാൻസർ വന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം വന്നതിനെ തുടർന്നിട്ടാണ് ആൾക്കാരൊക്കെ ഇപ്പൊ നല്ലത് പറയാൻ തുടങ്ങിയിട്ടുള്ളതെന്ന്. ആരും നല്ലതെന്ന് പറഞ്ഞിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് കഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥന രേണുവിന് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നേരത്തെ ചെയ്തിട്ടുള്ളതൊക്കെ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നേരത്തെ ചെയ്തതിനെ വെള്ളപൂശി കാണിച്ചിട്ടില്ല. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിയില്ലാതെ സോഷ്യൽ മീഡിയ ക്യാമറ കാണുമ്പോൾ കിടന്ന് സംസാരിക്കല്ലേ രശ്മി ചേച്ചി? എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ പറയണം. ഇത്രയും വർഷം ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നിന്ന് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ എന്ന് ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ചേച്ചിക്കില്ല. അത് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എന്തായാലും ഇനി രേണുസുധിയെ പറ്റി ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട്, അതും കൂടെ കേട്ടതിന് ശേഷം വീഡിയോ അതിന്റെ കേട്ട് നോക്ക്. രേണുചേച്ചിനെ വിളിച്ചായിരുന്നോ? പിന്നെ എന്താണ് രേണുചേച്ചിനെ ഞാൻ രേണുവിനെ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. കിച്ചു കാണാൻ വരില്ല എന്നൊക്കെ വിഷമം പറഞ്ഞായിരുന്നു. പിന്നെ കണ്ടുവെന്നും പറഞ്ഞു. ഫാമിലി കാര്യങ്ങളാണ്, നമ്മളതിൽ ഇടപെടാൻ ആരുമല്ല.
അത് അമ്മ മകൻ തമ്മിലുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ തെറ്റിട്ട് ഓക്കെ, പറഞ്ഞിട്ടുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ വിവരം കെട്ട രീതിയിൽ സംസാരിച്ച ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഈ പാത്രം പറയാൻ വേണ്ടി കുറച്ച് ബുദ്ധി കിട്ടിയതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ കയറി ഇടപെട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണൽ ലൈഫ് അറ്റാക്കിങ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ നമ്മൾ ആരുടെ പേഴ്സണൽ ലൈഫിൽ കയറി അറ്റാക്ക് ചെയ്ത് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ കിച്ചു ചേട്ടൻ ആ ഒരു നെഗറ്റീവ് വീഡിയോ എൻ്റെ കമന്റോളികൾക്ക് വേണ്ടി മാത്രം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടില്ല. ആ ഒരു രീതിയിലാണ് കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് മെസ്സേജസ് ഇട്ടിട്ടുള്ളത്. അതിനെ തുടർന്നിട്ടാണ് ഈ ഒരു ചേച്ചി എടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയും ഈ ചേച്ചി ഇങ്ങനെ ഒരു ഉത്തരം പറയുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഉടനെ തന്നെ അവർ തമ്മിൽ സോൾവ് ഒക്കെ ആയിട്ട് കിച്ചു ചേട്ടൻ പോയി കാണട്ടെ. കിച്ചു ചേട്ടൻ്റെ ഒപ്പീനിയൻ തന്നെയാണ്. കിച്ചു ചേട്ടന് പോയി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാൻ, താല്പര്യമില്ലെങ്കിൽ കാണണ്ടെന്നും പറഞ്ഞില്ല, കാണണമെന്നും പറഞ്ഞില്ല. എല്ലാം കിച്ചു ചേട്ടൻ്റെ ഒപ്പീനിയൻ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലക്ഷ്മി നക്ഷത്രയ്ക്ക് ചുട്ട ഒരു മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും വന്ന് സോഷ്യൽ മീഡിയ വന്ന് ഇതോട്ടുള്ള വിവരക്കേട് വിളമ്പിക്കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാനല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ആയാലും ഇതോട്ടുള്ള വിവരക്കേട് വിളമ്പിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പും ചെയ്തൊക്കെ പഠിച്ചത് നല്ല ടോപ്പിക്കാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാൻ പഠിച്ചത് നല്ല ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.